Morning. Good morning, ma'am. Morning. Morning, ma'am. Morning, sir. Good morning, ma'am. Morning. Morning. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay. Prayer. Good morning, ma'am. Good morning. Prayer. Good morning, ma'am. ഞാൻ ഉമാദേവി. പ്രയർ ഞാനാണ്. ചൊല്ലട്ടെ. Light a candle for peace. Light a candle for love. Light a candle that shines all the way around the world. Light a candle for me. Light a candle for you. That our wish for world peace will one day come true. Sing peace around the world. 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 Thank you, ma'am. Okay. Thought of the day ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? Yes, ma'am. Good morning, ma'am. Good morning. Peace in every home, every street, every village, every country. This is my dream. Education for every boy and every girl in the world. To sit down on a chair and read my books with all my friends at school is my right.
To see each and every human being with a smile of happiness is my wish. Malala Yousafzai. Okay, good morning to all. ഡിഫറൻസ് ഒക്കെ പഠിച്ചായിരുന്നോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ? കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ, നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? 2 പ്രിൻസിപ്പിൾസ് പറഞ്ഞു, 2 പറഞ്ഞില്ലേ? Development help us to provide each appropriate task to children. Then second, development help us to know what to expect of a child and when to expect it. Okay, 2 നമ്മൾ പറഞ്ഞു അല്ലേ? Then third principle ആണ് development help us to make children ready for the changes that occur in place of their body, interest, behavior and their environment. Development help us to make children ready for the changes. എന്തിനു റെഡി ആവാനാണ്? Ready for the changes in the place of their body, interest, behavior and their environment. എന്താണ്? കുട്ടികൾ അവരുടെ ശരീരം, അവരുടെ താല്പര്യങ്ങള്, അതുപോലെ തന്നെ അവരുടെ സ്വഭാവം എന്നിവയിൽ എന്താണ് എന്നിവയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അല്ലെ, അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ കുട്ടികള് ഫോം ചെയ്യുന്നു. എന്താണ്? ഡെവലപ്മെന്റ് ഹെൽപ്പ് us to make children ready for the changes. അവർക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ? അവർക്ക് എന്താണ്, എവിടെ നിന്നൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്? അവരുടെ ബോഡി ചേഞ്ചസ് ഉണ്ടാവുന്നു, അവരുടെ ഇൻട്രസ്റ്റുകൾ അല്ലെ, താല്പര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുന്നു, ബിഹേവിയറിലെ അല്ലെ, സ്വഭാവങ്ങളില് വ്യത്യാസം വരുന്നു, ആൻഡ് ദെയർ എൻവയോൺമെന്റ്, ചുറ്റുപാടിൽ നിന്നും അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നു, ചേഞ്ചസ് ഉണ്ടാവുന്നു, മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ആ മാറ്റങ്ങളൊക്കെ എന്താണ്? അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലെ മാറ്റങ്ങൾ കുട്ടികളില് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ബിഹേവിയറിലും ഇൻട്രസ്റ്റിലും ബോഡീസിലൊക്കെ എന്താണ്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയിൽ എന്തുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ, ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ ഓരോ മാറ്റത്തിനനുസരിച്ചും കുഞ്ഞ് മാറുന്നു അല്ലെ, ഓരോ സ്റ്റേജസ് അനുസരിച്ച് കുഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അവന്റെ പരിസ്ഥിതിയില് പരിസ്ഥിതിയോട് കുഞ്ഞ് എന്താണ്, പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാനായിട്ട്, ഒരു പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും അംഗീകരിച്ചു കൊണ്ടാണ് കുഞ്ഞിലെ എന്തുണ്ടാകുന്നത്, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരേ സ്റ്റേജസിലും ഒരേപോലെ ആയിരിക്കില്ല അല്ലെ? നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിൽ നമ്മൾ പലതരത്തിലുള്ള ബിഹേവിയർ ആയിരിക്കാം, പല ഇൻട്രസ്റ്റുകൾ, പല താല്പര്യങ്ങളായിരിക്കാം, നമുക്ക് പല ബോഡി ലാംഗ്വേജുകളൊക്കെ വ്യത്യാസം വരാം അല്ലെ? അങ്ങനെ എല്ലാവരും ഓരോ ചേഞ്ചസ് അത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്തരത്തിൽ മാറ്റങ്ങൾ ഇൻട്രസ്റ്റിലോ ബോഡിയിലോ ബിഹേവിയറിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആളില് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. ഓക്കെ, എന്താണ് ഡെവലപ്മെന്റ് ഹെൽപ്പ് us എന്ന് വേണ്ട, അത് കുട്ടികളിലാണ് പറയുന്നത് കേട്ടോ. ഹെൽപ്പ് ടു മേക്ക് ചിൽഡ്രൻ റെഡി ഫോർ ദ ചേഞ്ചസ് ദാറ്റ് occur in place of their body, interest, behavior and their environment. Next, development helps in early identification of any retarded development. Development helps in early identification of any retarded development. എന്താണ് retarded development എന്ന് പറഞ്ഞാല്? ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചാ മുരടിപ്പുകൾ അല്ലെ? വളർച്ചാ മുരടിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? കുട്ടികളിലെ വളർച്ചാ മുരടിപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തായിരിക്കാം? retarded development.
ചിലപ്പോ ചില കുട്ടികളില് പ്രോട്ടീൻസിന്റെയോ അല്ലെങ്കിൽ മറ്റു വൈറ്റമിൻസിന്റെ കുറവ് മൂലം എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസികൾ ഉണ്ടായിരിക്കാം അല്ലെ. ചിലപ്പോ ചില കുട്ടികളില് എന്താണ് നമ്മള് തീരെ പൊക്കം വയ്ക്കാത്ത കുട്ടികളുണ്ടാവും, തീരെ മെലിഞ്ഞ കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും മറ്റു മാനസിക പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ഡെവലപ്മെന്റിന്റെ സ്റ്റേജിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെ. എന്താണ് അതായത് വളർച്ചാ മുരടിപ്പുണ്ട് എന്നുള്ളത് ആ ഒരു ഡെവലപ്മെന്റ് വികസനം നടക്കുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. യെസ്, ബ്രെയിൻ ഓഫ്കോഴ്സ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഏതെങ്കിലും തരത്തിലും മെന്റലി പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ. ഇപ്പൊ നമ്മള് എന്താണ് മന്ദഗതിയിലുള്ള കുട്ടികളില്ലേ, മന്ദഗതികളായ കുട്ടികള് അവർക്ക് എന്താണ് ആ ഒരു സ്റ്റേജിൽ നമുക്കത് കുഞ്ഞിലെ മുതൽ കുട്ടികളുടെ അത്തരത്തില് സിംറ്റംസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. എങ്ങനെയായിരിക്കും നമ്മളൊരു മന്ദബുദ്ധിയായ ഒരു കുട്ടിയെ തിരിച്ചറിയുന്നത്? അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ചിലപ്പോ അവന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ. ചില കുട്ടികള് എന്താണ് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ ആളില് എന്തെങ്കിലും ചിലപ്പോ വിഷൻ കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റ് ഓഫ് വ്യൂവില് കുഞ്ഞിനെ നോക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ചിലപ്പോ നമ്മള് പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടാവും, വിളിക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കില്ല, കുഞ്ഞ് കേൾക്കുന്നില്ല, ചെവിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടൊന്നല്ല, കുഞ്ഞത് തന്നെ വിളിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെന്റലി കപ്പാസിറ്റി ഇല്ലാത്ത ബിഹേവിയർ കുഞ്ഞ് കാണിക്കും. ഓക്കെ, അങ്ങനെ പല സിംറ്റംസിലൂടെ നമ്മൾക്ക് ആ ഒരു ഏർലി സ്റ്റേജസിൽ തന്നെ കുട്ടിയിൽ എന്തുണ്ടെന്ന് മനസ്സിലാകും. കുഞ്ഞിന് എന്തെങ്കിലും ഒരു തകരാറുണ്ട്. അല്ലെങ്കിൽ ചില കുട്ടികളെ ഫേസ് ചെയ്ത് നമുക്ക് മന്ദബുദ്ധികളായ കുട്ടികളെ ചിലപ്പോൾ നമുക്ക് ഫേസ് ചെയ്ത് മനസ്സിലാവും അല്ലെ. പിന്നെ അതുപോലെ എന്താണ് അവർക്ക് ഏതെങ്കിലും ഓർഗൻസുകളൊന്നും ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല, ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു തകരാറില്ലാത്ത കുട്ടികളെയും കാണാറുണ്ട്. പക്ഷെ അവരെന്താണ് മന്ദബുദ്ധികളായ കുട്ടികളായിരിക്കാം, പക്ഷെ നമുക്ക് കണ്ടാൽ പറയില്ല ആ കുട്ടിക്ക് ഇത്തരത്തിലൊരു മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മൾ കണ്ടാൽ പറയില്ല അല്ലെ. ചിലരിൽ ബോഡി ലാംഗ്വേജ് ഒട്ടും തന്നെ മനസ്സിലാവാത്ത കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഏത് സ്റ്റേജിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? വികസനത്തിന്റെ ആദ്യഘട്ടത്തിലാണ് അല്ലെ. കുഞ്ഞ് വളർന്നു വരുന്ന ആ ഒരു സമയത്താണ് നമ്മള് കുഞ്ഞിൽ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ആ ഡെവലപ്മെന്റൽ സ്റ്റേജിലായിരിക്കും നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും കുഞ്ഞിനെ നമുക്ക് ഓട്ടിസം പോലുള്ള ഓട്ടിസം പോലുള്ള തകരാറുകളും മറ്റ് തകരാറുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ആ ഒരു ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജിലാണ്. Then development is continuous and it involves changes. Development is continuous and it involves changes. Development എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? കണ്ടിന്യൂസ് ആണ് അല്ലെ, തുടർച്ചയായുള്ള ഒരു വികസനമാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അവിടെ എന്തൊക്കെ ഉണ്ടാവുന്നു? ഇൻവോൾവ്സ് ചേഞ്ചസ്. വികസനം തുടർച്ചയാണ്, അതില് എന്തുണ്ടാകുന്നു? മാറ്റങ്ങൾ ഉണ്ടാകുന്നു അല്ലെ. വികസനം എന്ന പ്രക്രിയ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഒരേ ഗതിയിലാണോ പോകുന്നത്? ഒരാൾ ഒരേപോലെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാകും. പല പല മാറ്റങ്ങൾ ബിഹേവിയറൽ ആയിട്ടും ഫിസിക്കലായിട്ടൊക്കെ ആൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, പെരുമാറ്റത്തിൽ ഒരുപാട് എന്താണ് നമ്മളൊരു അന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എന്താണ്? മോശമായ ബിഹേവിയർ കാണിച്ചിരുന്ന ഒരു വ്യക്തി ഒരുപാട് സമയം കഴിഞ്ഞ സമയത്ത് എന്താണ് ആൾക്ക് ഒരു എന്താണ് ഉൾവിളി ഉണ്ടാകുകയാണ്, തന്റെ സ്വഭാവം മോശമാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് ആളുടെ സ്വഭാവം ആള് മാറ്റി. പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ ജീവിക്കാനും നല്ല രീതിയിൽ പെരുമാറാനൊക്കെ ആൾ ആരംഭിച്ചു. അപ്പൊ എന്താണ് നമ്മള് ആരുടെയും പെരുമാറ്റം ഒരേപോലെ എന്തും തുടരില്ല. എല്ലാവരിലും എന്തുണ്ടാകും? വ്യത്യാസങ്ങൾ ഉണ്ടാകും, മാറ്റങ്ങൾ വരാം. ഡെവലപ്മെന്റ് എന്നതൊരു കണ്ടിന്യൂസ് ആയ പ്രക്രിയ. നമ്മളെല്ലാവരും ഓരോ ദിനം പ്രതി എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസിലാണ് എന്തുണ്ടാവുന്നത്? ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. വികസനം എന്നത് എന്താണ്? അതൊരു തുടർച്ചയായ പ്രക്രിയയാണ്, അതില് മാറ്റങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് സക്സസീവ് ആണ്. എന്താണ് സക്സസീവ് എന്ന് പറഞ്ഞാല്?
യെസ്, വെരി ഗുഡ്. റിസൾട്ട് ഉള്ളതാണ് അല്ലെ, നമുക്ക് ഡെവലപ്മെന്റിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ, സക്സസ് ആയെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിജയം കൈവരിച്ചു എന്ന് നമുക്കത് കാണാൻ സാധിക്കും. ഒരാളുടെ പെരുമാറ്റ ഗുണങ്ങളാണ് അവിടെ സക്സസ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് അല്ലെ, ബിഹേവിയറൽ ക്വാളിറ്റീസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു, ടൈം ടേബിൾ ഒന്ന് മാറ്റിയതാണ് കേട്ടോ. അടുത്ത ദിവസം മിസ് എടുത്തോളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടായിരിക്കും കേട്ടോ. ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. ഓക്കെ, then early development is more vital than later development. Next principle എന്താണ്? Early development is more vital than later development. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിരുന്നിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു തന്നത്? യെസ് എന്നാരാണ് പറഞ്ഞത്? ഡെഫിനിഷൻസിന്റെ അതൊക്കെ കഴിഞ്ഞല്ലോ, ആദ്യത്തെ ക്ലാസ്സിലായിരുന്നില്ലേ? ഡെഫിനിഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, അവതരിപ്പിച്ചല്ലേ നിങ്ങൾ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇല്ല. Early development is more vital than later development. എന്താണ്? ആദ്യകാല വികസനം പിന്നീടുള്ള വികസനത്തെക്കാൾ പ്രധാനമാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഏർലി ഡെവലപ്മെന്റ്, അതായത് ഡെവലപ്മെന്റ് ഈസ് മോർ വൈറ്റൽ ദാൻ ലേറ്റർ ഡെവലപ്മെന്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ആദ്യകാല വികസനം പിന്നീടുള്ള വികസനത്തെക്കാൾ പ്രധാനമാണ്. എന്താണ്? ആദ്യകാലങ്ങളിൽ അല്ലെ, ആദ്യകാലങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് നടക്കുന്നത്. ആ ഒരു സമയത്ത് എന്താണ്? ആ ഒരു സമയത്താണ് കുഞ്ഞിൽ എന്തുണ്ടാവേണ്ടത്? എല്ലാ തരത്തിലുള്ള എല്ലാ ഡെവലപ്മെന്റ്സുകളും കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെ. നമുക്കൊരു പ്രായപരിധി ഉണ്ട്. ആ ഒരു സമയത്ത് മാത്രമേ ഇത്തരത്തിലുള്ള ഓർഗൻസുകളായാലും ബ്രെയിൻ ഡെവലപ്മെന്റുകളായാലും മറ്റെല്ലാ കാര്യങ്ങളും ഫോം ചെയ്യപ്പെടുള്ളൂ. അപ്പൊ ഇത് ആദ്യം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എന്താണ്, പിന്നീട് നമ്മൾ ഡെവലപ്മെന്റൽ സ്റ്റേജസ് അതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ആദ്യകാലത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത്, പല കാര്യങ്ങളും അക്യൂർ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഏർലി സ്റ്റേജസിൽ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ആണ് എന്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീടുള്ളത് എന്താണ്? പിന്നീട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നുള്ളൂ. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ക്വാളിറ്റീസിലാണ് ചേഞ്ച് വരുന്നത്. പക്ഷെ കുഞ്ഞിന്റെ ആദ്യ വികസനം ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണെന്നാണ് സൂചിപ്പിക്കുന്നത്. Early development is more vital than later development. ആദ്യകാല വികസനം പിന്നീടുള്ള വികസനത്തെക്കാള് പ്രധാനമാണ്. യെസ്, വെരി ഗുഡ്. ചുട്ടയിലെ ശീലം ചുടല വരെയുന്നത് ആ ഒരു കോട്ടം നമുക്ക് ഇവിടെ പറയാം അല്ലെ. ആരാണത് പറഞ്ഞത്? ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന് ആരൊക്കെ മെസ്സേജ് ചെയ്തത്? ഇവ. ഓക്കെ, വെരി ഗുഡ്. Development is the product of maturation and learning. Development എന്ന് പറയുന്നത് എന്താണ്? Is a product of maturation and learning. എന്താണ്? പക്വതയുടെയും പഠനത്തിന്റെയും ഫലമാണ് വികസനം എന്നാണ് പറയുന്നത് അല്ലേ. പക്വതയുടെയും പഠനത്തിന്റെയും ഫലമാണ് വികസനം എന്നാണ് പറയുന്നത്. Development is the product of, ഡെവലപ്മെന്റിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? Maturation and learning. പക്വതയുടെയും പഠനത്തിന്റെയും ഫലമാണ് വികസനം എന്നാണ് അവിടെ പറയുന്നത്. അതായത് നമ്മളുടെ പ്രവൃത്തികൾ അല്ലെ, നമ്മൾക്ക് മെച്ചുറേഷൻ വരുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് പക്വത ആർജിക്കുന്ന സമയത്താണ് നമ്മളുടെ മെച്ചുറേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? മെച്ചുറേഷനും അതുപോലെ തന്നെ എന്താണ്? പഠനം അല്ലെ. നമുക്ക് ലേണിംഗ് ഉണ്ടാവുന്നത്, നമ്മൾക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന സ്റ്റേജസിലാണ് നമുക്ക് മെച്ചുറേഷനും ലേണിംഗും ഒക്കെ ഉണ്ടാകുന്നത്. ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. നമ്മുടെ പേഴ്സണാലിറ്റീസിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ബിഹേവിയറിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, there are individual differences in development. There are individual differences in development. എന്താണ് individual differences?
വ്യക്തി വ്യത്യാസങ്ങൾ അല്ലെ, ഡെവലപ്മെന്റിലെ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ്, ഓരോ പേഴ്സണും ഇൻഡിവിജ്വൽ ആണ്, എല്ലാവരും ഇൻഡിവിജ്വൽ ആണ്, എല്ലാവരും ഓരോ സ്പെസിഫിക് വ്യക്തികളാണ്. എല്ലാവരിൽ എന്തുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, വ്യക്തി വ്യത്യാസങ്ങൾ ഉള്ളവരാണ് എല്ലാവരും അല്ലെ. എല്ലാവരുടെയും സ്വഭാവത്തിലും പ്രകൃതത്തിലും എന്താണ്, എല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ. ഓൾ മെൻ ആർ ഈക്വൽ അല്ല, ആരും ഈക്വൽ അല്ല, എല്ലാവരും ഡൈനാമിക് ആണ്, ഡൈനാമിക് ഇൻ നേച്ചർ ആണ്. ഓരോ പേഴ്സണാലിറ്റിയിലും എന്താണ്, ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, there are individual difference in development. അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ എന്താണ്, എല്ലാവരും ഒരേപോലെ അല്ല വികസിക്കുന്നത്, ഓരോരുത്തരിലും ഉണ്ടാകുന്ന ക്വാളിറ്റീസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, the child develops as a unified whole. എന്താണ്, the child develops as a unified whole. ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു കുട്ടി എല്ലാ അർത്ഥത്തിലും പൂർണ്ണ വികസനം കൈവരിക്കുന്നു അല്ലെ. കാരണം എന്ത്, ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് അവസാനം എന്താണ്, എല്ലാ ഘട്ടത്തിലും എല്ലാ അർത്ഥത്തിലും കുഞ്ഞിലെ പൂർണ്ണമായ ഹോൾ, യൂണിഫൈഡ് ഹോൾ എന്താണ്, എല്ലാ അർത്ഥത്തിലും കുഞ്ഞിലെ വികസനം, പൂർണ്ണ വികസനം കൈവരിക്കുന്നു എന്നാണ് ലാസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് തുടങ്ങിയൊന്ന് പറഞ്ഞേ, തേർഡ് പോയിന്റ് തുടങ്ങിയൊന്ന് പറഞ്ഞേ നിങ്ങള്. ലാസ്റ്റ് പോയിന്റ്, ദ ചൈൽഡ് ഡെവലപ്പ് ആസ് എ യൂണിഫൈഡ് ഹോൾ എന്നവിടെ സൂചിപ്പിക്കുന്നത് ഒരു കുട്ടി എല്ലാ അർത്ഥത്തിലും പൂർണ്ണ വികസനം കൈവരിക്കുന്നു. ഒരു കുട്ടി എല്ലാ അർത്ഥത്തിലും അല്ലെ, ബിഹേവിയറലായിട്ടും ഫിസിക്കലി ആയിട്ടും എന്താണ്, അവനിലെ പൂർണ്ണമായ വികസനം ഉണ്ടാകുന്നു. ആരിലും വികസനം ഇല്ലാതിരിക്കുന്നില്ല അല്ലെ, എല്ലാ പേഴ്സണലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. അതിന് ഓരോരോ സ്റ്റേജസ് കഴിഞ്ഞു വരുന്ന സമയത്താണ് കുഞ്ഞ് പൂർണ്ണമായ വികസനത്തിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് ഒന്ന് പറഞ്ഞു നിങ്ങള്. ഡെവലപ്മെന്റ് ഹെൽപ്പ് us to make children എന്തിനു വേണ്ടിയിട്ട്, റെഡി ഫോർ ദ ചേഞ്ചസ് അല്ലെ. ചേഞ്ചസ്, അവരെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു. ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് കുട്ടികൾ ഉണ്ടാവുന്നത്, their body, interest, behavior and their environment. Okay, ഈ ഇൻട്രസ്റ്റിലും ബിഹേവിയറിലും ബോഡീസിലും ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെ, മാറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. വികസനത്തിലൂടെയാണ് ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, then fourth point, development helps in early identification of any retarded development. ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചാ മുരടിപ്പുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏർലി സ്റ്റേജസിൽ തന്നെ മനസ്സിലാക്കാൻ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, development is continuous and it involves changes. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് പ്രക്രിയയാണ്, അതില് മാറ്റങ്ങൾ ഉണ്ടാകാം. ഓക്കെ, then development is successive. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, സക്സസീവ് ആണ്. യെസ്, ഇറ്റ്സ് ഗീവ് റിസൾട്ട്. ഡെവലപ്മെന്റിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ബിഹേവിയറിലെ ക്വാളിറ്റീസ് അനുസരിച്ച്, ഓരോ പെരുമാറ്റം അനുസരിച്ച് നമുക്കത് സക്സസ് ആണെന്ന് കാണാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, early development is more vital than later development. എന്താണ്, ആദ്യകാല വികസനം, ആദ്യകാല ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പിന്നീടുള്ള വികസനത്തെക്കാളും പ്രധാനമാണ്. ആദ്യകാല ഡെവലപ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, പിന്നീടുള്ള വികസനത്തിന് അത്ര പ്രാധാന്യം ആവശ്യമില്ല. പിന്നീടുള്ള വികസനം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കോളും അല്ലെ. അടുത്ത പോയിന്റ്, development is the product of maturation and learning. പക്വതയുടെയും പഠനത്തിന്റെയും ഫലമാണ് എന്ത്, വികസനം എന്ന് പറയുന്നത്.
അടുത്ത പോയിന്റ് യെസ്, വ്യക്തി വ്യത്യാസങ്ങൾ ഉള്ളതാണ്. There are individual difference in development. Okay. Then the child develops as a unified whole. ഒരു കുട്ടി എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ വികസനം കൈവരിക്കുന്നു. ഓക്കെ, ആണ് പ്രധാനമായും പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്സിൽ വരുന്നത്. ടോയ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആ സ്റ്റേജസിലാണ് കേട്ടോ. നെക്സ്റ്റ്, factors that affect growth and development. Factors that affect growth and development. എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. വളർച്ചയും വികസനത്തിനെയും അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയായിരിക്കാം? The main factor that affect growth and development are heredity and environment. ഏറ്റവും മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്തിനെയും ഡെവലപ്മെന്റ്, വികസനത്തെയും വളർച്ചയും ഏറ്റവും അഫക്ട് ചെയ്യുന്നത് എന്താണ്? ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. പാരമ്പര്യവും പരിസ്ഥിതിയുമാണ് അല്ലെ. പാരമ്പര്യവും നമ്മളുടെ ചുറ്റുപാടുമാണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാല്? ഹെറിഡിറ്റി ഓർ ജനറ്റിക് ഫാക്ടർ, പാരമ്പര്യം അല്ലെ, ജനിതക ശാസ്ത്രം. ജനറ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും? നമ്മളുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ശാരീരികമായും മാനസികമായും നമ്മൾക്ക് എന്തുണ്ടാകും? വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും? ജനറ്റിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത്? പാരമ്പര്യമായി കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു വ്യക്തിയില്? ഗ്രോത്ത്, ക്യാരക്ടർ, ഹൈറ്റ്, യെസ്, ഡിസീസസ് കിട്ടും അല്ലെ. ഓക്കെ, നമുക്ക് ജനിതകമായിട്ട് നമുക്ക് പാരമ്പര്യം അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ശാരീരിക ശാസ്ത്രം ഉണ്ടാകുന്നത് അല്ലെ. ചിലപ്പോ അമ്മയുടെ അച്ഛന്റെ അതേപോലെ ഫേസ് ആയിരിക്കില്ല ചില കുട്ടികൾക്ക്. ചിലപ്പോ അവരുടെ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ ചായയായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ അവരുടെ കൈകള്, അവരുടെ പോലെ മുടി, അങ്ങനെ അല്ലെ. ഇങ്ങനെ ഫേസ്, പിന്നെ സൗണ്ട്, ഹൈറ്റ്, ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ അച്ഛന്റെ അമ്മയുടെ അതേപോലെ തന്നെ കിട്ടാം. ചിലർക്ക് അവരുടെ അച്ഛന്റെ ഫാമിലിയിലുള്ളതോ അല്ലെങ്കിൽ അമ്മയുടെ ഫാമിലിയിലുള്ളതോ ഒക്കെ ആയിട്ട് ജനറ്റിക്കലി കണക്റ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ജനറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ വരുന്ന ഫാക്ടറാണ് എന്ത്? ജനറ്റിക് ഫാക്ടർ അല്ലെ. അതുപോലെ തന്നെ കളർ അല്ലെ, സ്കിൻ കളർ. ഓക്കെ, then physical features, color of the skin, eyes and hair, shape of nose and ears. Like എന്താണ് ഫിസിക്കലി ഫീച്ചേഴ്സ് അല്ലെ. ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റിൽ വരുന്ന സെക്കൻഡ് വൺ എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെ. ഫിസിക്കലായിട്ട് എന്തൊക്കെ കിട്ടും നമ്മൾക്ക്? സ്കിൻ അല്ലെ. സ്കിന്ന് അതേപോലെ പാരമ്പര്യമുള്ള പോലെ തന്നെ ആയിരിക്കാം. ഐസ് ഉണ്ടായിരിക്കും. ചിലരുടെ ബ്രൗൺ ഐസ് ഒക്കെ ആണെങ്കിൽ അച്ഛനമ്മയ്ക്കും ബ്രൗൺ ഐസ് ഒക്കെ ആണെങ്കിൽ കുട്ടിക്ക് അത് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഹെയർ ചിലപ്പോൾ നല്ല ഗ്രോത്ത് ഉള്ളതായിരിക്കാം. അല്ലെങ്കിൽ തീരെ മുടിയില്ലാത്ത ഫാമിലി ആണെങ്കിൽ നമ്മൾ പറയും അമ്മയ്ക്ക് അത്രയും മുടിയുള്ളൂ, അപ്പൊ എനിക്ക് ഇത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ. അത്രയും വളരുള്ളൂ, നമുക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടിയാക്കുന്നതാണ് അങ്ങനെ പറയും അല്ലെ. നമ്മള് നോർമലി പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഷേപ്പ് ഓഫ് നോസ്, ഇയേഴ്സ് ലൈറ്റ്സ്. ചില കുട്ടികളുടെ ചെവി നന്നായിട്ട് പതിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അത് അവരുടെ അച്ഛന്റെ അമ്മയുടെ പാരന്റ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛന്മാരോ മുത്തശ്ശിമാരുടെ ഒക്കെ കിട്ടുന്നതായിരിക്കാം. യെസ്, എല്ലാവർക്കും ജനറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും.
ഇയേഴ്സിലോ നോസിലോ ഒക്കെ മൂക്ക് ചിലപ്പോൾ വളർന്നിട്ടായിരിക്കാം, പൊങ്ങിയതായിരിക്കാം, പാന്നിട്ടായിരിക്കാം, പല ഷേപ്സിൽ ഉണ്ടായിരിക്കും. ദെൻ പിന്നെന്താണ് സെക്സ് അല്ലെ? ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റിൽ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്താ സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഹെറിഡിറ്ററി ഡിസീസസ്. എന്താണ് ഹെറിഡിറ്ററി ഡിസീസസ്? പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറച്ച് അസുഖങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഡിസീസസ്. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന എന്തൊക്കെ അസുഖങ്ങളാണ്? ഡയബറ്റീസ്, ആസ്മ, ഷുഗർ, BP, സിക്കിൾ സെൽ, തൈറോയിഡ്, ക്യാൻസർ, കൊളസ്ട്രോള്, യൂറിക് ആസിഡോ, അലർജിക്കൻ. ഓക്കെ. ഓക്കെ. സ്ട്രോക്ക്. ശരിയാണ്, സ്ട്രോക്ക് ചിലവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ ഇത്ര നേരമായിട്ടും, ശ്വാസമുട്ട്, ശ്വാസ തടസ്സം അല്ലെ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപസ്മാരം, മെന്റൽ ഡിസീസസ്. ഓക്കെ. ഇതൊക്കെ എന്താണ് നമുക്ക് നമുക്കത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഹെറിഡിറ്ററി ആയിട്ടുള്ള ഡിസീസസ്. നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ജനറ്റിക് ഇത് മൂലം, കണക്ഷൻ മൂലം നമ്മൾക്കും അത് വരാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം. ഓട്ടിസം ഉള്ളവരാണെങ്കിൽ അപ്പോ ആ കുട്ടികൾക്കും ഓട്ടിസം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. നമുക്കിതൊന്ന് പറയാനേ പറ്റുള്ളൂ. ഓട്ടിസത്തിന്റെ കാര്യത്തിൽ ഒരുപാട് അങ്ങനെ തെളിയിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ചാൻസസ് ഉണ്ട്. അതിന് പകരം മെന്റലി ഡിസോർഡറോ അങ്ങനെ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ കാണിക്കാം, സിൻഡ്രോംസ്. ഓക്കെ. അപ്പൊ എന്താണ്, അതാണ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? യൂട്രസിൽ ഫീബ്രോയിഡ് വരുന്നതൊക്കെ. ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ എന്തൊക്കെ വരുന്നുണ്ടോ? ജനറ്റിക് ഫാക്ടറിൽ ഉൾപ്പെടുന്നവയാണ് എന്ത്? ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദ സ്കിൻ, ഐസ് ആൻഡ് ഹെയർ, ഷേപ്പ് ഓഫ് നോസ് ആൻഡ് ഇയേഴ്സ് ലൈക്ക് അല്ലെ. ഫിസിക്കലായിട്ട് നമ്മൾ കളർ, സ്കിന്ന്, ഐസ്, ഹെയർ, ഷേപ്പ് ഓഫ് നോസ്, ഇയർ എല്ലാവർക്കും ഉണ്ടാവുന്ന വ്യത്യാസങ്ങള്. ദെൻ സെക്സ്, ദെൻ ഹെറിഡിറ്ററി ഡിസീസസ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഫാക്ടേഴ്സ് ഏതിൽ ഉൾപ്പെടുന്നവയാണ്? ഹെറിഡിറ്ററി ഫാക്ടറിൽ ഉൾപ്പെടുന്നവയാണ്. ഈ ഹെറിഡിറ്ററി ഫാക്ടർ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അടുത്താണ് എന്ത്? പാരിസ്ഥിതികപരമായ ഘടകങ്ങൾ. പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ. എന്താണ് പ്രീനാറ്റൽ? യെസ്, ബിഫോർ ബർത്ത് അല്ലെ, പ്രസവത്തിന് മുന്നുള്ള ഒരു കാലഘട്ടം. പോസ്റ്റ് നാറ്റൽ എന്താണ്? പോസ്റ്റ് നാറ്റൽ പ്രസവാനന്തരം, ആഫ്റ്റർ ദ ഡെലിവറി അല്ലെ. ഓക്കെ. അപ്പൊ ഒരു കുഞ്ഞിന്റെ ശരിക്കുമുള്ള ഡെവലപ്മെന്റും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലെ ഈ പ്രീനാറ്റലും പോസ്റ്റ് നാറ്റലും എന്ന് പറയുന്നത് അല്ലെ. ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അവിടെ തുടങ്ങി ആ ഒരു കുഞ്ഞിന്റെ പിന്നെ അങ്ങോട്ടുള്ള വളർച്ച, ഡെലിവറി കഴിഞ്ഞ കുഞ്ഞിന്റെ അങ്ങോട്ടുള്ള വളർച്ച വരെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്ത്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത് അല്ലെ. പ്രീനാറ്റൽ കെയർ ഓഫ് ദ, പോസ്റ്റ് നാറ്റൽ കെയർ ഓഫ് ദ. യെസ്, പ്രീനാറ്റൽ പീരീഡ് ആൻഡ് പോസ്റ്റ് നാറ്റൽ പീരീഡ്. ഇവിടെ മോണ്ടിസോറി എന്താണ് പറയുന്നത്? Montessori is in the line with the modern psychologists who acknowledge the influence of the nurture and nurture. മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നേച്ചറും നർച്ചർ, അതായത് ഓരോ വ്യക്തിയുടെയും നേച്ചർ ആൻഡ് നർച്ചർ എന്താണ്? ആളുടെ പ്രകൃതത്തെ പരിപോഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓരോരുത്തരെ സ്വാധീനിക്കുന്ന ഓരോരോ ഘടകങ്ങൾ ഉണ്ടാവും. അപ്പൊ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണ്? ഇൻഫ്ലുവൻസ് ഓഫ് ബോത്ത് നർച്ചർ ആൻഡ് നേച്ചർ എന്നാണ് പറയുന്നത്. നേച്ചർ എന്താണ്? പരിസ്ഥിതിയും അതുപോലെ തന്നെ പരിസ്ഥിതിയാണ്
ഓരോ എൻവയോൺമെന്റിൽ, നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ പരിസ്ഥിതിനെയാണ് കേട്ടോ, ചുറ്റുപാടുകളെയാണ് ഉദ്ദേശിക്കുന്നത്. നർച്ചർ എന്ന് വെച്ചാൽ പരിപോഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പ്രകൃതിയാണ് അല്ലെങ്കിൽ ചുറ്റുപാടാണ് ആളുടെ വളർച്ചയെ, ഒരു വ്യക്തിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതെന്നാണ് മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. മോണ്ടിസോറി പറയുന്നത് എന്താണ്? ഷി റൈറ്റ്സ് അബൌട്ട് ദ ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് and predetermined patterns of behavior, but she also approved of the very strong influence of environmental conditions. Montessori എന്താണ് പറയുന്നത്? ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? പാരമ്പര്യമായി കിട്ടുന്ന സവിശേഷതകളാണ് ഒരാളുടെ, പാരമ്പര്യമായി കിട്ടുന്ന സവിശേഷതകളും അതുപോലെ തന്നെ എന്താണ്, എൻവയോൺമെന്റൽ കണ്ടീഷൻസുമാണ്, പാരിസ്ഥിതിക കണ്ടീഷൻസുമാണ് ഒരു വ്യക്തിയിൽ എന്തുണ്ടാക്കുന്നത്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് മോണ്ടിസോറി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പ്രകൃതിയിൽ നിന്നാണ് പരിപോഷിപ്പിക്കപ്പെടുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ മോണ്ടിസോറി എന്താണ് പറയുന്നത്? ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, predetermined patterns of behavior, but also approve of the very strong influence of environmental conditions. നമുക്ക് പാരമ്പര്യമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, എൻവയോൺമെന്റൽ കണ്ടീഷൻസും അനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയില് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എന്നാണ് മോണ്ടിസോറി അവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, പോയുള്ളവരും നിങ്ങൾ ബൈഹാർട്ട് ചെയ്തൊക്കെ പഠിക്കണ്ട കേട്ടോ, മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് പ്രീനാറ്റൽ നോക്കാം. പ്രീനാറ്റൽ, ഒരു പ്രീനാറ്റൽ സമയത്ത് കുട്ടിയുടെ ഗ്രോത്തും വളർച്ച ഡെവലപ്മെന്റിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അതില് ഇൻഹെറിറ്റഡ് എന്ന് വെച്ചാൽ പാരമ്പര്യം. എക്സാമിന്റെ സമയത്ത് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാന്ന് പറയും, അപ്പൊ അതിനനുസരിച്ച് നോക്കിയാൽ മതി. യെസ്, ഇനി പ്രീനാറ്റൽ കെയറില് കുട്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്? പ്രീനാറ്റൽ കെയറില് മെറ്റേണൽ ഹെൽത്ത്. മെറ്റേണൽ ഹെൽത്ത് എന്താണ്? മെറ്റേണൽ ഹെൽത്ത് മാതൃ ആരോഗ്യം അല്ലേ, അമ്മയുടെ ആരോഗ്യമാണ് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടില്ലേ? മെറ്റേണൽ ഹെൽത്ത്, മാതൃ ആരോഗ്യം. ഗർഭിണി ആയിരിക്കുന്ന സമയത്ത്, അതിന് മുന്നും തുടർന്നുള്ള സമയത്ത് എന്താണ്, ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലെ. വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ് ഒക്കെ എല്ലാ തരത്തിലുള്ള പോഷകാഹാരങ്ങൾ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി ആളെ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ സുഖപ്രദമാകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താ, മെറ്റേണൽ ഹെൽത്ത്, മാതൃ ആരോഗ്യം വളരെ ശ്രദ്ധയോടെ വളരെയധികം കെയർ കൊടുത്ത് വേണം ആ മാതൃ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്. മദർ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്. മദർ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, അമ്മയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ അല്ലെ. കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്ത്? അമ്മയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അമ്മയുടെ ശാരീരികവും മാനസികവുമായ ഒരു അവസ്ഥ അല്ലെ. നമ്മള് ഓരോ സ്റ്റേറ്റസിൽ, നിങ്ങളിപ്പോ പ്രഗ്നന്റ് ലേഡീസും കുട്ടികളുള്ള ലേഡീസിനായിരിക്കും അല്ലെ, നിങ്ങൾക്കറിയാം ആ ഒരു സ്റ്റേജസ് എങ്ങനെയായിരിക്കും എന്ന് അല്ലെ. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും ഒക്കെ ആയി മാത്രമാണ് നിങ്ങൾക്കൊരു നല്ല രീതിയിലൊരു ഗർഭകാലം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ലൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആവണമെങ്കിൽ എന്താണ്? നല്ല ഹെൽത്തി ആയിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, പ്ലസന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ഫീലിങ്സുകൾ ലൈഫിൽ ഉണ്ടാകാൻ ശ്രമിക്കുക, നല്ല ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, മെറ്റേണിറ്റി ഹെൽത്ത് ആണ് പറയുന്നത്, ആ ഒരു ടൈമിലുള്ള ഹെൽത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
പിന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതിന്റെ വ്യത്യാസം മൂലം സ്വാഭാവികമായിട്ടും ഓരോ ഗർഭിണിയിൽ എന്താണ് സ്വാഭാവികമായും ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. സ്വഭാവത്തിൽ ചേഞ്ചസ് വരാം, ബോഡിയിൽ ചേഞ്ചസ് വരാം അല്ലെ. പല രീതിയിലും ചില ഗർഭിണികളില് ചിലപ്പോൾ അവരുടെ ശബ്ദം മാറിപ്പോവാം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. ശബ്ദം വേറൊരു ശബ്ദമായിരിക്കും. പിന്നെന്താണ് ഫേസ് കംപ്ലീറ്റ് മാറുന്നു. ചില നല്ല കളറുള്ള ഒരു സ്ത്രീ ആയിരുന്നു, പിന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് ആള് മോശമാകും, ഭയങ്കര കളറൊക്കെ സ്കിൻ കളറൊക്കെ പോയി കറുത്ത് ഭയങ്കര ഒരു മോശം സിറ്റുവേഷൻ ആവുന്നു, കഴുത്തൊക്കെ കറക്കുന്നു, അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. വണ്ണം വയ്ക്കുന്നു, ഭയങ്കര വണ്ണമായി പോകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ. ചിലവരില് മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും, ചിലരിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പല കണ്ടീഷൻസ് ആണ്, നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ആണ്. ഓക്കെ. ഈ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ്, ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ല അല്ലെ. ചിലപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ഷുഗർ വരുന്നത്, പ്രഗ്നന്റ് ആകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഷുഗർ വരുന്നത്. ഓക്കെ. Then mother's readiness to have the child. എന്താണ് മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്? എന്താണ് കുട്ടിയെ ജനിപ്പിക്കാനുള്ള അമ്മയുടെ ആ ഒരു സന്നദ്ധത അല്ലെ. റെഡി ടു ബിക്കം എ മദർ അല്ലെ, കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള ആ ഒരു സന്നദ്ധത. എന്താണത്? അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? യുവർ ഓൺ ലാംഗ്വേജിൽ ഒന്ന് പറഞ്ഞേ. Mother's readiness to have the child. തയ്യാറെടുപ്പ് അല്ലെ, കുട്ടിയെ ജനിപ്പിക്കാനുള്ള അമ്മയുടെ ആ ഒരു എല്ലാ തരത്തിലും അല്ലെ, ഫിസിക്കലി മെന്റലി ഒക്കെ ഒരു തയ്യാറെടുക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. യെസ്, ശരിക്കും പറഞ്ഞാൽ സഹനം അല്ലെ, ഭയങ്കര ഒരു പെയിൻ അല്ലേ, ഒരു പെയിൻ അനുഭവിച്ചിട്ടല്ലേ കുഞ്ഞിന് നമ്മളെ ജന്മം കൊടുക്കുന്നത്. ഓക്കെ. യെസ്, സിറ്റുവേഷൻ കടന്നു പോയവർക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരുന്നു എന്ന് അല്ലെ. ഓക്കെ. അമ്മയാവുന്നതിന് മുമ്പും അല്ലെ, ആ ഒരു ടൈം പ്രിപ്പയർഡ് ആവുന്ന സമയത്തും ആ ഒരു സ്റ്റേജ് ത്രൂ ഔട്ട് ദ സ്റ്റേജ് അല്ലെ, 9 months ആ ഒരു പെയിൻ വന്ന് കുഞ്ഞ് ജന്മം നൽകുന്ന ആ ഒരു സിറ്റുവേഷൻ വരെയുള്ള ഒരു പീരീഡ് അല്ലെ, അത് ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമുക്കത് ഒരു ദിവസം പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ദിനങ്ങളായിരിക്കും അല്ലെ. ഒരു പ്രഗ്നന്റ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലും നമുക്ക് എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു അസുഖമല്ല അല്ലെ, നമ്മുടെ ഒരു സിറ്റുവേഷൻ ആണ്, ഇതൊരു സാഹചര്യമാണ്. നമ്മളുടെ ഗർഭം ഒരിക്കലും ഒരു അസുഖമല്ല അല്ലെ, നമ്മുടെ അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിഫറെന്റ് സിറ്റുവേഷൻസിലൂടെ ആയിരിക്കാം 9 മാസം അല്ലെങ്കിൽ 9 മാസം വരെ, 9 മാസം വരെയുള്ള കാലഘട്ടം നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിന് എല്ലാ ലേഡീസിനും അതൊരു വലിയൊരു ഇത് തന്നെയാണ് അല്ലെ. വുമണിനെ സംബന്ധിച്ചുള്ള, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇത് എന്ന് പറയുന്നത് എന്താണ്? ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ, ഒരു വലിയ ടാസ്ക് തന്നെയാണ്. Then ന്യൂട്രീഷൻസ് എന്താണ്? പ്രീനാറ്റൽ കെയറില് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്സുകൾ അല്ലെ, പോഷകാഹാരങ്ങള്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് അടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും അല്ലെ, എല്ലാ മിനറൽസുകളും അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം ആ ഒരു ടൈമില് അമ്മ കഴിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മയിലൂടെയാണ് കുഞ്ഞിനുള്ള പോഷകങ്ങള് അമ്മയിലൂടെയാണ് കുഞ്ഞിനത് ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകള് കഴിക്കണം അല്ലെ, കാൽഷ്യം, അയൺ, വൈറ്റമിൻസ്, മിനറൽസ് എക്സെട്ര. ഓക്കെ, എല്ലാം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്കറിയാലോ. കുഞ്ഞിന് നല്ലൊരു ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞിനും ഒരുപോലെ തന്നെ അമ്മയ്ക്കും അല്ലെ, അമ്മ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നല്ലൊരു കുഞ്ഞിനെ നമുക്ക് ജന്മം നൽകാനായിട്ട് സാധിക്കുള്ളൂ. Then drug or alcohol intake. എന്താണ്? ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണ്? മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റു ഡ്രഗ്സുകളൊന്നും തന്നെ അമ്മ ഉപയോഗിക്കാനായിട്ട് പാടില്ല. കേസ് ഓഫ് എന്താണ് ചാൻസസ് ഉണ്ട് അല്ലെ, അത് ബാഡ് ആണ് ആരോഗ്യത്തിന്. അബോർഷൻസ് അതുപോലെ കുഞ്ഞിന് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകളോ ആൽക്കഹോളോ ഒന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല.
കഴിക്കുന്നത് വഴി എന്താണ് കുഞ്ഞിന്റെ ആരോഗ്യത്തിനെയാണ്, കുഞ്ഞിന്റെ ഗ്രോത്തിനെയാണ് അത് ബാധിക്കുന്നത് അല്ലെ. കുഞ്ഞിന്റെ പിന്നീട് ചിലപ്പോ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ ആൽക്കഹോളൊക്കെ എത്തിച്ചേരുന്നത്. ആ സമയത്ത് കുഞ്ഞിനെന്താണ് പിന്നീട് അങ്ങോട്ടുള്ള വളർച്ചയ്ക്ക് മുരടിക്കാനുള്ള കാരണവും എന്തായിരിക്കാം, ഇത്തരത്തില് ഡ്രഗ്സിന്റെയോ ആൽക്കഹോളിന്റെയൊക്കെ ഉപയോഗമായിരിക്കാം. യെസ്, സ്മോക്കിംഗ് അല്ലെ. സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്ന് പറയാറില്ലേ. അത് ഓഫ്കോഴ്സ് ഏതൊരു ടൈമിലാണെങ്കിലും, ഈ ഡെലിവറി ടൈം, പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ, ഏത് ടൈം ആണെങ്കിലും എന്താണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. യെസ്, അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥകളൊന്നും തന്നെ ഉണ്ടാകരുത്. അത് കുഞ്ഞിനെയാണ്, കുഞ്ഞിനെ അമ്മയെ ഒരേപോലെ തന്നെ ബാധിക്കും. ഓക്കെ, ചില കേസസിൽ കുട്ടി മരിച്ചു പോകാനുള്ള കാരണം ഇത്തരത്തിലെ ആൽക്കഹോളിന്റെ ഉപയോഗം കൊണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ 5 മാസം 6 മാസം 7 മാസമൊക്കെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മരിക്കാറില്ല, വയറിനുള്ളിൽ ഉള്ളിൽ വെച്ച് തന്നെ മരിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും കേസ് ഇങ്ങനെയുള്ള കാരണങ്ങൾ പോലെ കുട്ടികൾ അങ്ങനെ മരണം സംഭവിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒട്ടും കെയർ ചെയ്യാത്ത ലേഡീസുകൾ ഉണ്ടായിരിക്കാം. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയണം, അങ്ങനെയും കാറ്റഗറി ഓഫ് ടൈപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്, സ്ത്രീകളുണ്ട് കേട്ടോ. പിന്നെ നമ്മള് ആ സമയത്ത് നമുക്ക് അസുഖങ്ങളൊന്നും വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ ഒരു 9 മാസമുള്ള ടൈമില് പനി എന്ന് വെച്ചാൽ നമുക്ക് വേറെ മരുന്നുകളൊന്നും ധൈര്യപൂർവ്വം കഴിക്കാൻ പറ്റില്ല, ഡോക്ടേഴ്സ് എഴുതിയിട്ട് തരില്ല. അപ്പൊ അത്തരത്തിൽ അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താണ് കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരിക്കും, നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. അസുഖം വരുന്ന സിറ്റുവേഷൻസിൽ നിന്ന് മാറി നിൽക്കണം. ഏതെങ്കിലും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയസ് ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറണം. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് മരുന്നുകളൊന്നും കഴിക്കാനായിട്ട് മരുന്ന് കഴിക്കാൻ പറ്റില്ല, അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ അസുഖങ്ങൾ വരുന്ന സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഗർഭിണികളും പനി വരരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉണ്ടോ, അങ്ങനെ ഉണ്ടോ? ഗർഭിണികൾക്ക് പനി വരാൻ പാടില്ല, ചുമ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാരെ. കുറെയൊക്കെ ശരിയാണ്. നമ്മള് വേറെ അലർജിക്ക് ഒന്നും മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. ചില ഗർഭിണികളിൽ എന്താണ് ചൊറിച്ചില്, ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും ശാരീരികമായിട്ട്. അപ്പൊ അതിനൊന്നും അകത്ത് കഴിക്കാനായിട്ട് മരുന്നൊന്നും ആരും പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഓക്കെ, any accidents എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ. ഏത് മാസം ഉള്ളപ്പോഴാണ് സിനി, ഏത് മാസം ഉള്ളപ്പോഴാണ് ഷോക്ക് അടിച്ചത്? 3 months. അപ്പൊ ട്വിൻസ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? സിനി പോയോ? ഇല്ല, പറയില്ലായിരുന്നു. 3 monthsലല്ലേ? ഓക്കെ, അതിനുശേഷം കുട്ടികൾ ഉണ്ടായോ? യെസ്, ട്വിൻസ് തന്നെയാണോ? 2 പേരുണ്ട്. ഓക്കെ, ഇനി ആക്സിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം, ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളായിരിക്കാം, ഏതൊക്കെ തരം അപകടങ്ങൾ പറ്റിയ കുട്ടിയുടെ വളർച്ചയും ഗ്രോത്തിനെയും ബാധിക്കാം? വീഴ്ച അല്ലെ, ബാത്റൂമിലൊക്കെ സ്ലിപ്പായി വീഴുന്നത്, ബാത്റൂം മാത്രമല്ല മറ്റ് എവിടെയാണെങ്കിലും സ്ലിപ്പായി വീഴുന്നത് അബോർഷന് കാരണമാകാം. ഏതെങ്കിലും തരം ആക്സിഡൻസുകൾ അല്ലെ, വാഹന അപകടങ്ങള്, അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ ഷോക്ക് അല്ലെ, ഇലക്ട്രിക് ഷോക്കുകള്, ദെൻ ചൂടുവെള്ളം വീണ് കഴിഞ്ഞാൽ ചിലവര് ചൂടുവെള്ളമൊക്കെ വീണ്ടുണ്ട് വയറിൽ പൊള്ളലൊക്കെ എത്താനുള്ള ചാൻസസ് ഉണ്ട്, അത് കുഞ്ഞിനെ ബാധിക്കാനുള്ള ചാൻസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു 3 മാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ് അല്ലെ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് 3 മാസം വരെയുള്ള ഒരു കാലയളവ്. ഓക്കെ, കുഞ്ഞിന് അടുപ്പിച്ചൊക്കെ വന്ന് അന്നും എല്ലാം ഒന്ന് ഓക്കെ ആവുന്ന സമയം വരെ നമ്മൾ വളരെയധികം എന്താണ് കെയർ കൊടുക്കുക. അപ്പൊ എന്താണ് അധിക യാത്രയൊക്കെ ഒഴിവാക്കുക, പിന്നെ അതുപോലെ തന്നെ എന്താണ് മറ്റേ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫുഡ്സുകൾ ഒഴിവാക്കുക അല്ലെ, ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് മാത്രം ഉൾപ്പെടുക, അല്ല അങ്ങനെ പല കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ എനിക്ക് മാത്രം നമുക്ക് 3 മാസം നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും ആക്സിഡൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ
കുഞ്ഞിന്റെ ആരോഗ്യത്തെയാണ് അത് ബാധിക്കുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത്തരത്തിലൊരു ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പ്രീനാറ്റൽ കെയറിൽ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രോത്തിൽ ഒരു കുട്ടിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്നത്? മെറ്റേണൽ ഹെൽത്ത്, അമ്മയുടെ ആരോഗ്യം അല്ലെ, മാനസികമായും ശാരീരികമായും ആരോഗ്യം കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. Then mother's physical and mental state. യെസ്, പിന്നെ നമ്മൾ പറഞ്ഞ വിട്ടുപോയ കാര്യമാണ് ആ കുട്ടി പറഞ്ഞത്, വെയിറ്റുകളൊന്നും എടുക്കാൻ പാടില്ല അല്ലെ. ഗർഭിണിയായ സമയത്ത് നമ്മൾ അമിതമായ ഭാരമുള്ള വസ്തുക്കളോ ഇതൊന്ന് പൊക്കി മുകളിലേക്കോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടോ ഒന്നും കൊണ്ടുപോയി അങ്ങനെ ഒരു പരിപാടിയെ വേണ്ട അല്ലെ. ഹെവി വെയിറ്റുള്ള ഒബ്ജക്ട്സുകൾ ഒഴിവാക്കുക. പിന്നെ മദർ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, അമ്മയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പറയാറില്ല അമ്മ പാട്ട് കേട്ടിരിക്കണം, മ്യൂസിക് കേൾക്കണം, അല്ലെങ്കിൽ കഥകൾ വായിക്കണം, പുസ്തകം വായിക്കണം എന്നൊക്കെ കേട്ടിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അമ്മയിലെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ടെൻഷൻസ് മാറുന്നതിന് വേണ്ടിയിട്ട്, ആള് കൂളാവുന്നതിന് വേണ്ടിയിട്ട്, നല്ല ചിന്തകൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങള് പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറയും. തൊട്ടടുത്തുള്ള ചിലപ്പോൾ തൊട്ടടുത്ത് ബീച്ച് ഉണ്ടായിരിക്കാം, ഒരു പാടം ഉണ്ടായിരിക്കാം, പുഴ ഉണ്ടായിരിക്കാം. അതൊക്കെ ഒന്ന് കാണുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിന് ഒരുപാട് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ അത് കുഞ്ഞിന്റെ മാനസികാരോഗ്യത്തിനെയും കൂടി അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അത്തരത്തില് അമ്മ എന്താണോ ചെയ്യുന്നത് അതാണ് കുഞ്ഞിന് ഉണ്ടാകുന്നത്. ഓക്കെ, then mother readiness to have the child. യെസ്, കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള അമ്മയുടെ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ സന്നദ്ധത. ന്യൂട്രീഷൻ എന്താണ്? പോഷാഹാരങ്ങൾ. അമ്മ കഴിക്കുന്ന പോഷാഹാരങ്ങളാണ് കുഞ്ഞിന്റെ മാനസികവും ശാരീരികമായ വളർച്ചയെ സഹായിക്കുന്നത്, ഗ്രോത്തിനെ സഹായിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഡ്രഗ് ഓർ ആൽക്കഹോൾ ഇൻഡിക്കേറ്റ്. ഡ്രഗ് ഓർ ആൽക്കഹോൾ ഇൻഡിക്കേറ്റ്, മദ്യം മയക്കുമരുന്നുകൾ ഒഴിവാക്കുക. എനി ആക്സിഡന്റ്സ്, ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ അല്ലെ, ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അപകടങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു 9 months കെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ അത് ബാധിക്കും, കുഞ്ഞിനെ അമ്മയും ബാധിക്കും കേട്ടോ അല്ലെ. നമ്മൾ വിട്ടുപോയി കുഞ്ഞിനെ അമ്മയും കുഞ്ഞും മരിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് മൂലം അമ്മയ്ക്കും കുഞ്ഞിനും അപകടങ്ങൾ സംഭവിക്കാം. ഓക്കെ, പ്രീനാറ്റൽ കെയറിൽ ഇത്തരം കാര്യങ്ങളാണ് ഒരു കുഞ്ഞിന്റെ ഗ്രോത്തിനെ ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. പോസ്റ്റ്നാറ്റൽ എന്താണ്? പ്രസവാനന്തരം, ആഫ്റ്റർ ദ ഡെലിവറി അല്ലെ. പോസ്റ്റ്നാറ്റൽ കെയറില് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ആഫ്റ്റർ ദ ഡെലിവറി ഇതില് കുറെ ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പോസ്റ്റ്നാറ്റൽ കെയറിനെ പല ഭാഗങ്ങളായിട്ട്, പ്രധാനമായും 3 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. അങ്ങനെ 3ആയിട്ടാണ് പോസ്റ്റ്നാറ്റൽ കെയറിലെ പോസ്റ്റ്നാറ്റൽ സിറ്റുവേഷൻസ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് പ്രസവാനന്തര ശേഷം ഒരു കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫിസിക്കൽ എൻവയോൺമെന്റ്, ശാരീരികമായ ചുറ്റുപാട്, ഭൗതികമായ ചുറ്റുപാട്. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, സാമൂഹ്യമായിട്ടുള്ള ആ ഒരു ചുറ്റുപാട്. ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്, ഭൗതികമായിട്ടുള്ള പരിസരം. ഇത്തരം കാര്യങ്ങളാണ് പോസ്റ്റ്നാറ്റൽ കെയർ, പ്രസവാനന്തരം അല്ലെ, പ്രസവത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലെ കുഞ്ഞിന്റെ വളർച്ചയെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫിസിക്കൽ എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ലിവിംഗ് കണ്ടീഷൻ, play space and environment, health and nutrition, illness and accidents.
എന്താണ് ലിവിങ് കണ്ടീഷൻ? നമ്മുടെ ഭൗതിക പരിസ്ഥിതിയിലെ ലിവിങ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജീവിത സാഹചര്യങ്ങൾ അല്ലെ, പ്രസവത്തിന് ശേഷമുള്ള ജീവിത സാഹചര്യം, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്താണ്? ആ ഒരു കുഞ്ഞിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലി എങ്ങനെയാണ്, അച്ഛൻ അമ്മ തുടങ്ങിയ ഒരു ഫാമിലിയിലെ ആ ഒരു കണ്ടീഷൻസ്, സാഹചര്യങ്ങൾ, വിവിധ സാഹചര്യങ്ങൾ ഒരു കുഞ്ഞിന്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, ഞാൻ ജനിച്ചു വളർന്നത് ആ ഒരു ചുറ്റുപാടിലാണ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നത്, ഇത് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ പറയാറില്ലേ. ലിവിങ് കണ്ടീഷൻസ് നമ്മുടെ ഡെവലപ്മെന്റിൽ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഫാമിലി കണ്ടീഷൻസ്. പ്ലേസ്, സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്. പ്ലേസ്, സ്പേസ് ആൻഡ് എൻവയോൺമെന്റ് എന്താണ്? കുട്ടിയുടെ കാര്യം പറയുമ്പോൾ പ്ലേസ്, സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്. കുഞ്ഞിനെ വളർന്നു വരാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം അല്ലെ, കുഞ്ഞിനെ കളിച്ചു വളരാൻ അല്ലെ, കുഞ്ഞ് കളിച്ച് വളരുന്നാണ് പറയുന്നത് അല്ലെ. കളിച്ചു വളരാനൊരു പരിസ്ഥിതി ഉണ്ടായിരിക്കണം, നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ മാത്രമേ കുഞ്ഞിനെ അവിടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ അവിടെ ഉണ്ടാകുള്ളൂ. ഓക്കെ, ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുത്തില്ല, നല്ലൊരു അന്തരീക്ഷം അല്ല കുഞ്ഞിന് കൊടുക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു? കുഞ്ഞിനവിടെ വളരാനായിട്ടുള്ള സാധ്യതകൾ കുറയുന്നു, കുഞ്ഞൊന്ന് ഒതുങ്ങി പോവാനായിട്ട് പിന്നിലേക്ക് ആവാനുള്ള സാധ്യത ഉണ്ടാവുന്നു. അവനവന്റെ ലോകത്തേക്ക് കടന്നു വരാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഒരുക്കി കൊടുക്കണം, അതിനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സിറ്റുവേഷൻ അല്ലെങ്കിൽ അനുയോജ്യമായ ചുറ്റുപാടുകളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കുഞ്ഞെന്താണ്, അവന് അത്തരത്തിൽ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളായിരിക്കും ചിലപ്പോൾ ഈ ഇൻട്രോവേർട്ടൊക്കെ ആയിട്ട് വരുന്നത് അല്ലെ. ചില പാരന്റ്സ് ഉണ്ട്, ചിലപ്പോൾ ആ പാരന്റ്സ് തന്നെ ചിലപ്പോൾ സംസാരിക്കില്ല, വീട്ടിൽ പരസ്പരം അവരും ഇൻട്രോവേർട്ടാണ്, അപ്പൊ വളർന്നു വന്ന കുഞ്ഞും അതേപോലെ തന്നെ ആയിരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം, അവർക്ക് അവരോട് കളിക്കണം, എങ്കിൽ മാത്രമേ അവരിൽ എന്തുണ്ടാവുള്ളൂ, അവരുടെ വളർച്ച നമ്മളിലൂടെയാണ് സംഭവിക്കുന്നത്, നമ്മളാണ് അവരെ പ്രമോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സപ്പോർട്ടിങ് ഹാൻഡ്സുമാണ് നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയും കൂടി ഒന്നും ചെയ്തില്ലെങ്കിൽ, അവരിപ്പോൾ സാഹചര്യം ഒരുക്കി കൊടുത്തില്ലെങ്കിൽ എന്താണ്, കുഞ്ഞെ പിന്നിലേക്ക് വലിയാനുള്ള സാധ്യതയായിരിക്കും അല്ലെ. അവരായിട്ട് കൂടുതൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കണം. ദെൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പോഷാഹാരങ്ങള് അല്ലെ, പോഷാഹാരങ്ങൾ കൊടുക്കണം. അപ്പൊ 6 മാസം വരെയുള്ള കുഞ്ഞിന് അല്ലെ കൃത്യമായിട്ട് എന്താണ്, മുലപ്പാലാണ് കൊടുക്കേണ്ടത്. 6 മാസം വരെയുള്ള കുഞ്ഞിന് കൃത്യമായിട്ടും മുലപ്പാല് തന്നെയാണ് കൊടുക്കേണ്ടത്, നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. യെസ്, പിന്നീട് അങ്ങോട്ടുള്ള അത് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. ചില അമ്മമാരുടെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ലിവിങ് കണ്ടീഷൻ, ജോലി തിരക്ക് മൂലം എന്താണ് ചിലപ്പോൾ നമ്മള് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തും. ഓക്കെ, അപ്പൊ കൊടുക്കാൻ പറ്റുന്ന സമയത്തുള്ളത് മാക്സിമം ഒരു 6 മാസം കാലയളവിൽ കൃത്യമായി എന്തായാലും കുഞ്ഞിനത് കൊടുത്തിരിക്കണം. വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും, ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഏതൊക്കെ മാസത്തിലാണ് ഏതൊക്കെ കൊടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് വൈറ്റമിൻസുകൾ അല്ലെ, എല്ലാവരും പോളിയോ അത് തുടങ്ങിയ മറ്റെല്ലാ കുത്തിവെപ്പുകളും കൃത്യമായി കൊടുക്കുക. അങ്ങനെ കൊടുത്ത് മാത്രമേ കുഞ്ഞിന്റെ ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്, അസുഖങ്ങളും അപകടങ്ങളും അല്ലെ, യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളോ അപകടങ്ങളോ വരാതിരിക്കാനായിട്ട് കുഞ്ഞിനെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ മൂലം എന്താണ്, ആദ്യകാലത്ത് ഉണ്ടാവുന്ന അപകടങ്ങൾ ചിലപ്പോ പിന്നീട് അങ്ങോട്ടുള്ള ലൈഫ് തന്നെ മാറ്റിമറിച്ചിരിക്കാം അല്ലെ. ചിലപ്പോ എന്താണ്, കുഞ്ഞ് ചിലപ്പോ മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ജനലിന്റെ മുകളിലോ വീടിന്റെ മുകളിൽ നിന്നൊക്കെ ചാടിയൊക്കെ കളിച്ചിരിക്കും. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ പിന്നെ താഴെ വീഴും, ചിലപ്പോ ഒരു സൈഡ് മുഴുവനും എന്താണ് തളർന്നു പോവുകയോ അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറീസോ എന്ത് വേണമെങ്കിലും കുഞ്ഞിന് സംഭവിക്കാം. അത്തരത്തിലുള്ള ഒരു സമയത്ത് എന്താണ്, കുഞ്ഞിന് യാതൊരുവിധ അസുഖങ്ങളോ മറ്റൊന്നും വരാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ കുഞ്ഞിന്റെ ലൈഫ് ത്രൂ ഔട്ട് ലൈഫിനെ ബാധിക്കുന്നു. ഓക്കെ, അത് പ്രത്യേകം ഫിസിക്കൽ കണ്ടീഷൻ, ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഭൗതികമായ പരിസ്ഥിതിയിൽ കുഞ്ഞിനെ ആർജിച്ചെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള സിറ്റുവേഷൻസ് ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലത്ത് ശ്രദ്ധ കൊടുക്കുക, അവർക്കുള്ള അവസരങ്ങൾ കൊടുക്കേണ്ട സ്ഥലത്ത് അവസരങ്ങൾ കൊടുക്കുക, എങ്കിൽ മാത്രമേ കുഞ്ഞിനെ നമുക്ക് നല്ല രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ,
ഏതെങ്കിലും ഇൽനെസ് ഒക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ അവരുടെ എന്താണ് വളർച്ചയിൽ മാത്രമല്ല ബുദ്ധിപരമായിട്ടും എന്തെങ്കിലും തകരാറ് കുട്ടികളിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വരുന്നതൊക്കെ തടയേണ്ടത് അത്യാവശ്യമാണ്. യെസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ, വായുവിലൂടെയും ജലത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളെ, ഈ ഒരു കണ്ടീഷനിലുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ പോസ്റ്റ്നാറ്റൽ കെയർ വരെ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഇത്രയും മതി. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇന്ന് ആക്ടിവിറ്റി ഒന്നും തരുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം.